അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നോമ്പുകളും ഇഅ്തികാഫുകളും ഒക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കുട്ടികളൊക്കെ SSLC എഴുതുന്നവരുണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്. വേറെ എൻ്റെ മോളെ പരീക്ഷ നടക്കുന്നതാണ്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ ദുആ ചെയ്യാൻ വേണ്ടി വരും, പേന മന്ത്രിക്കാൻ വരും. പേരൻസും പറയും ഉസ്താദേ തോൽക്കണുണ്ടോ ഒക്കെ പറയും അല്ലേ? പരീക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. ഓൾറെഡി നമ്മുടെ പരീക്ഷമായിട്ട് നല്ല ഗ്യാപ്പുണ്ട്, പഠിക്കാനും പ്രിപ്പയർ ആവാനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സമയമാണ്. പരീക്ഷ നടക്കുന്നുണ്ട്, പേരൻസിന് ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല. ഉണ്ടോ ഇല്ല, പരീക്ഷ ഉണ്ട്, പഠിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആകുന്ന ഒരു ദിവസമുണ്ട്. ആ സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര ടെൻഷനാണ്. അത് നാളെ തോൽക്കണം. അപ്പൊ തോൽക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? പക്ഷെ നമ്മളൊക്കെ പറയും എൻ്റെ അടുത്ത് തോൽക്കാൻ പറയണ്ടെന്നല്ല പറയണത്, വേറെ വിഷയം. പക്ഷെ നമ്മൾ ആ സമയത്ത് അത്ര പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെൻഷനാണ്. ആ ടെൻഷൻ എന്തുകൊണ്ടാണ്? PSC നാളെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഭയങ്കര ടെൻഷൻ. ആ റിസൾട്ട് ഒന്ന് വന്ന് കാണുന്നത് വരെ വല്ലാത്ത, കാരണം പരീക്ഷ എഴുതുമ്പോൾ പോലും അത്ര ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, പരീക്ഷയെ ഫേസ് ചെയ്യുമ്പോൾ അത്ര ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനെക്കാട്ടിലും ടെൻഷനാണ് എന്ത് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? വിജയം പ്രതീക്ഷയുണ്ട്. നമ്മൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾക്ക് അനുകൂലമാവണം എന്നുള്ളതാണ്. ആവുന്ന ഉറപ്പില്ല. കൃത്യമായിട്ട് പരീക്ഷയിലൊക്കെ എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ആൻസർ അറ്റൻഡ് ചെയ്ത വ്യക്തിക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എന്തായാലും ജയിക്കും നോക്കാം. കാരണം കൃത്യമായിട്ട് പഠിച്ചത് ഉറപ്പുള്ള വിഷയമാണ്. ഇതല്ലാതെ ഒരു കമ്മട്ടൻ കറക്കിയ പുത്തലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയേക്ക് കയറിട്ട എന്നുള്ള ആരാണ് ടെൻഷൻ. എന്നാലും റിസൾട്ട് വരുമ്പോൾ ഒരു ആദ്യമാണ്. എന്നാൽ ഈ കൃത്യമായിട്ട് പഠിച്ചവർക്കും ഉണ്ടാവുള്ളിൽ ഒരു ആദ്യം, എന്തെങ്കിലും തള്ളിക്കളയോ എന്നൊക്കെ വിചാരിച്ച് ആ റിസൾട്ട്, കാരണം ഞാൻ അധ്വാനിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ എന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഞാൻ പ്രതീക്ഷിക്കുന്ന അനുകൂലിക്കുന്ന ഒരു ഇതാവണം. അതിന് ഏറ്റവും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷനാണ്. നമുക്ക് ആ ടെൻഷൻ ഉണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിച്ചു, നബിയെ റമളാനത്തെ അവസാനത്തെ പത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? റമളാൻ അവസാനത്തെ പത്തിൽ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യണ്ടേ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? റിസൾട്ട് വരുന്ന ടൈമാണ്. കാരണം എന്താ? നമ്മളിപ്പോ ഒന്ന് മുതൽ നോമ്പെടുത്ത് എന്തിനാ ഹെൽത്ത് അല്ല, പിന്നെന്തിനാ എന്തിനാ നമ്മള് മറ്റേ സ്വതപ്പ് കൊടുത്ത് നോമ്പ് തുറന്ന് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അതേപോലെ തന്നെ ഖുർആൻ ഓതി. എന്തിനാ ഹറാമുകളിൽ നിന്ന് വിട്ടുന്നു? എന്തിനാ? നമ്മൾക്കൊരു ഒന്നിനൊരു വിവരമില്ലാട്ടോ, മീൻസ് ഒരു ധാരണ അല്ല. എന്തിനാ അങ്ങനെ? എന്തോ എല്ലാവരും കൂടി ചെയ്യണ്ട, ഈ കൂട്ടത്തിൽ ഞാനും ചെയ്യണ്ട. അങ്ങനെയാണ് നമുക്കൊരു ചെയ്യുന്നതിലൊരു ഇതില്ലേ? എന്തിനാ? നമ്മുടെ 2 ലക്ഷ്യമുള്ളൂ. എന്താണ്? സ്വർഗം കിട്ടുക, നരകം കിട്ടാതിരിക്കുക. ഈ അവസാനത്തെ പത്തിൽ അള്ളാഹ് എന്താ ചെയ്യുന്നത്? റിസൾട്ട് കൊടുക്കുക ഇല്ലേ? സ്വർണം കൊടുക്കുന്നവർക്ക് സ്വർണം കൊടുക്കണം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടവരെ. അപ്പൊ ഇത്രയും ചെയ്തതിന്റെ ഫലങ്ങളാണ്. അതുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചപ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞത്, നീ ഇപ്പൊ ചെല്ലേണ്ട ദിക്റെന്താ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. ചെല്ലുമ്പോഴൊന്ന് ശ്രദ്ധിച്ചില്ല എന്താ ചെല്ലണമെന്നുള്ളൊരു ബോധം വേണം. കുറെ ഭാഗങ്ങൾ അടുപ്പിച്ച് വരുന്നത് കൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അതുവരെ ഒരു വേർഡ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫ്വുൻ, നീയാണ് അഫ്വ ചെയ്യുന്നത്.
നിന്റെ പക്കൽ നിന്നാണ് അഫ്വുള്ളത്. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നവനാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ ഇളവ് നൽകുന്നവൻ നീയാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ നീയാണ്. തുഹിബ്ബുൽ അഫ്വ, നിനക്കാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്യുന്ന ആള് നീയാണ്, നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ എനിക്ക് വലിയ താല്പര്യമാണ്, ഇഷ്ടവുമാണ്. അതുകൊണ്ട് എനിക്കൊന്ന് വിട്ടുവീഴ്ച തരാം. കാരണം റിസൾട്ട് വരുമ്പോ വിട്ടുവീഴ്ച എനിക്ക് പണിപാടും. റിസൾട്ട് വരുമ്പോ ആ റിസൾട്ടിൽ പ്രഖ്യാപിക്കുമ്പോ വിട്ടുവീഴ്ച, കാരണം ഉറപ്പില്ല, ന്യൂനതകളേ ഉള്ളൂ. പിന്നെ ആ ന്യൂനതകൾ വെച്ചിട്ട് ഇപ്പൊ നമ്മള് പരീക്ഷയിലൊക്കെ മദ്രസയിലൊക്കെ പരീക്ഷ വന്നെങ്കിൽ മാർക്ക് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒറ്റണ്ണം ജയിക്കാനുണ്ടാവില്ല. പിന്നെ നമ്മളോട് അഫ്വ് ചെയ്യരുത്. പേരൻസ് വന്ന് പറഞ്ഞു ഉസ്താദ് 2 കൊല്ലം എഗ്രി ചെയ്തിട്ട്. അപ്പൊ ഒരു അഫ്വിന് വേണ്ടിയിട്ട് നമ്മളോട് പറയാൻ, ഇത് ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യം പറഞ്ഞതാണ്. പിന്നെ ജയിച്ചത് കൊണ്ട് എന്റെ കുട്ടി ഉഷാറായിട്ട് ജയിച്ചു ആരും കരുതണ്ട, മനസ്സിലായോ? കാരണം ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ളത് ആരുമില്ല. അപ്പൊ നമ്മൾ പോയിട്ട് നമ്മളോട് ഒന്ന് പറയുന്നത് ഉസ്താദ് 2 കൊല്ലം എഗ്രി ചെയ്തിട്ട് കുട്ടി, അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ ആരും വന്ന് പറഞ്ഞിട്ടില്ല. ഞപ്പളാ റിസൾട്ട് നോക്കണേണ്ടത് എന്താണെന്ന് പറയണേ, എഴുതാന്ന് പറഞ്ഞത് അതാണ് പറഞ്ഞു. കാരണം നമ്മൾ ചെയ്ത നോമ്പുകൾക്ക് ഒക്കത്തില് ന്യൂനതകളാണ്. ഇനി നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ നമുക്ക് അനുകൂലമായ റിസൾട്ട് വരണമെങ്കിൽ എന്ത് വേണം? വേണം. ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ടെൻഷൻ ആവേണ്ടത്. ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ അതാ റിസൾട്ട് നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ഭാഗം വളരെ ഗൗരവമായി കണ്ടു. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, അത്രയും അതിലേക്ക് ലയിച്ചു പോയിരുന്നു. ഏറ്റവും കൂടുതൽ എഴുത്തിക്കാഫിരുന്നത് ഹബീബായ തങ്ങൾ റമദാനിലെ അവസാനത്തെ പത്തിലാണ്. രാത്രി മുഴുവനും ഹയാത്ത്. കാരണം റിസൾട്ട് വരികയാണ്, സ്വർഗം വേണ്ടവർക്ക് സ്വർഗം കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം ചെയ്യുന്നതല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത. രണ്ടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ, ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു എന്നാണ്. അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് ഞാൻ കാവലും ചോദിക്കുന്നു. നമ്മൾ ആദ്യം മുതൽ ചെയ്യുന്നത് റബ്ബേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കണം, എനിക്ക് സ്വർഗ്ഗം തരണം കേട്ടോ. ഞാൻ നരകത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കണം, എന്റെ നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി പറയുന്നത് അങ്ങനെയല്ല, ഇനി നരകത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം, ആ ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. കാവല് ചോദിക്കുന്നു എന്നല്ല പറഞ്ഞു, ആ ലിസ്റ്റിൽ ഈ ലിസ്റ്റ് തയ്യാറാക്കഴിഞ്ഞാൽ അതിനെല്ലാം നീ എന്റെ പേര് വരരുത്. പിന്നെ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിക്കണം, സ്വർഗം ചോദിക്കുന്നു എന്നല്ല. അപ്പൊ റിസൾട്ട് കറക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം, എന്നൊന്നും കടത്തിൽ ഡോർ അടച്ചിട്ടില്ലേ, എന്നൊന്നും കടത്തില്ലെന്ന് പറയില്ലേ, ഞാൻ റിക്വസ്റ്റ് ചെയ്യല്ല, ആ റിസൾട്ട് ക്ലിയർ ആക്കണം. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ ചെയ്തതിന്റെ ഫലങ്ങൾ നട്ടിക്കൂട്ടുക. അപ്പൊ ആ ഫലങ്ങൾ നമുക്ക് അനുകൂലമാകാനോ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യും. അതിന് കൂടുതൽ ചെല്ലേണ്ടത് ഇങ്ങനെ പറയാൻ കാരണം അതുവരെ ഉണ്ടായ ന്യൂനതകൾ, അതുവരെ ഉണ്ടായ അപാകതകളൊക്കെയും അവന്റെ അഫ്വിൽ നിന്ന് വേണം. അല്ലാതെ നമുക്ക് ധൈര്യത്തിൽ ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് മാർക്ക് കൊണ്ടാന്ന് പറയാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലില്ല. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹദുൽ മുഅ്മിനീൻ ആയിഷ ബീവിയോട് പറയണമെങ്കിൽ അവർക്കൊക്കെ ആ ഉറപ്പുണ്ട്. പക്ഷെ താഴ്മ കൊണ്ടാണെങ്കിൽ നമ്മളൊക്കെ എത്ര പറയണം, നമ്മളെത്ര ടെൻഷൻ ആവണം. കാരണം ഇത്രയും എടുത്ത് നോമ്പായിട്ടില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ, ഇത്രയും പട്ടിണി കിടന്നത് വെറുതെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരവസ്ഥ, ഓതിയ ഖുർആനൊന്നും ഫലം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള ഒരവസ്ഥ, തറാവീഹ് നിസ്കരിച്ചൊന്നും നിസ്കാരമായിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള ഒരവസ്ഥ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ചെറു പ്രതീക്ഷയെങ്കിലും നിനക്ക് ഞാൻ തരൂല എന്ന് പറയുമ്പോൾ ഒരവസ്ഥ വലിയ പരിതാപകരമാണ്. അതിനേക്കാൾ മോശമാണ് ഇത് റമദാനായി നമ്മൾ അംഗീകരിച്ചിട്ടില്ല, ഇത് നോമ്പായിട്ടില്ല, നിസ്കാരമായിട്ടില്ല, ഖിറാഅത്തായിട്ടില്ല, ഒന്നും ആയിട്ടില്ലെങ്കിൽ റമദാനായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നല്ല. അത് അതിലും വലിയ ഗൗരവമാണ്. നീ അഫ്വ് ചെയ്യുന്നവനാണ്, അഫ്വ് ചെയ്യുന്നത് നിനക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് എന്നോടൊന്ന് നീ അഫ്വ് ചെയ്യണേ, വിട്ടുവീഴ്ച ചെയ്യണേ, എന്നും ചെയ്തതിലുള്ള അപാകതകളൊക്കെ പുറത്തു. അപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവേണ്ട ഒരു ടൈമിലും കൂടിയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടെൻഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, നല്ലോണം ദ്വാകൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് ഫലം കിട്ടാൻ, വലിയ അനുകൂലമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകണം. ഒരു
ലാഭ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് വീട് തിരിച്ചു കിട്ടിയില്ല, കിട്ടൂല്ല, ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് പറയാനും പറ്റില്ല. അവശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസമാണ്, 9 അല്ല 8 ദിവസം. അത് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അതൊരു ഫലപ്രദമാക്കാൻ ശ്രമിക്കണം. ഇതിൽ കൂടുതൽ പറയുന്നതാണ്, പള്ളികൾ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്, വിവാദത്തുകൾ ജമാഅത്തുകളിൽ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇഫ്താറുകളിൽ അല്ലെങ്കിൽ മജ്‌ലിസുകളിലൊക്കെ. പിന്നെ പൊതുവേ ഒരു ധാരണ തന്നെ വന്നല്ല, 27 രാവിലെ വൈകുന്നേരം വരെ ഇരുന്നു എന്നതുകൊണ്ടൊന്നും കിട്ടൂല. അങ്ങനത്തെ ഒരു ധാരണ 27 രാവിലെ സാധ്യത കൂടുതലാണെന്ന്. അതുകൊണ്ട് 27 രാവിലെ ഒരാൾ ഫുള്ള് അയാത്താക്കി ബാക്കിയുള്ള 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ തോന്നിയമായി നമുക്ക് പറ്റൂല. അപ്പൊ അതുകൊണ്ട് വിവാദത്തുകൾ കൂടുതൽ ചെയ്യണം. നല്ല സമയങ്ങളിലാണ് നമ്മുടെ ഭാഗത്ത്, ഇവിടെ നല്ല എല്ലാ ഭാഗത്തും ഈ സമയങ്ങളിൽ പള്ളി കാലിയാകും. അവരൊക്കെ അവിടെയുള്ള അങ്ങാടികളിലാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, അവിടെ പറയാൻ വിട്ടുപോയൊരു വിഷയം, കാരണം പർച്ചേസിംഗ് ഡ്രസ്സുകളൊക്കെ നേരത്തെ എടുത്തു കൊടുക്കണം. പെരുന്നാൾ നോമ്പിന് ഈ നോമ്പ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോ നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ എല്ലാവരും വിടുക. ഞാൻ പകലില്ല, ഇവിടെ കലവില്ല, അത്ര വലിയത് വിടുന്ന അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ തോന്നിവാസമാണ്, വളരെ തോന്നിവാസമാണ്. കാരണം എന്താ, നോമ്പറക്കലൊക്കെ സാധനങ്ങളും കൊണ്ടുപോകണം. ഞാൻ വെറുതെ പറയുന്നത് അനുഭവത്തിൽ ഇതായതാണ്. എന്നിട്ട് അവിടെ പോയിട്ട് കാണിക്കുന്നത് ഒരു 10 ദിവസം, അതൊരു ഏറ്റവും മഹത്വമേറിയ 10 ദിവസങ്ങൾ ടൗണുകളും അങ്ങാടികളും സജീവമാണ്, രാത്രി മാർക്കറ്റുകളാണ്. പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കണില്ലല്ലോ എന്നുള്ളതിൽ സങ്കടമാണ്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നതിനനുസരിച്ച് മുന്നേ കരുതി വെക്കണം. ഞാൻ കരുതി വെക്കാതെ തിരിഞ്ഞു അപ്പൊ ലാസ്റ്റ് പറയണ താമസിക്കാതെ ആ പെരുന്നാളിന്റെ മോഡല് കിട്ടൂല, പെരുന്നാളിന്റെ മോഡലേ ഉണ്ടാവുള്ളൂ, വേറൊരു മോഡലും ഉണ്ടാവൂല. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മൾ പറഞ്ഞയച്ചാല് അതിലുള്ള ഭവിഷ്യത്ത് എന്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞയക്കണ്ടെന്നല്ല, അതുകൊണ്ട് ഉസ്താവ് പറഞ്ഞു ഡ്രസ്സ് എടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു എടുക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞ ഉപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ വർഷവും എടുക്കുന്നതാണ്. അതേപോലെ നമ്മളതിന്റെ മുമ്പ് തന്നെ നമ്മളത് എടുത്തു, ആ മോഡല് മതി. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് മക്കളെ വിടുകയാണ്, ആ കുറ്റം അവര് പോയിട്ട് ചെയ്യുന്ന കുറ്റത്തിന് കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പള്ളി കാര്യമാകേണ്ട ടൈമല്ല, പള്ളി ഏറ്റവും കൂടുതൽ സജീവമാകേണ്ട ഒരു സമയം. ഇതുവരെ നമ്മൾ പറഞ്ഞതുപോലെയല്ല, പക്ഷെ നമ്മുടെ ഊർജ്ജം കുറഞ്ഞു പോവുകയാണ്. റമദാനിന്റെ ഊർജ്ജം കൂടി വരികയാണ്, നഷ്ടപ്പെട്ടു പോയിട്ട് വേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള നിമിഷങ്ങൾ അത് ഫലപ്രദമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വിഷയം നരകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. അതിനിടയിൽ നമ്മൾ ഇന്നലത്തെ പ്രശ്നത്തിൽ 1-2 പേര് സംശയങ്ങൾ ചോദിച്ചു. നമ്മൾ സക്കാത്തുമായിട്ടാണ് വിഷയങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. 1-2 സഹോദരന്മാർ വന്നിട്ട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളില്ല. ഞാൻ ഇന്നലെ സക്കാത്തിന്റെ കൂട്ടം പറഞ്ഞ കൂട്ടത്തിൽ കച്ചവടം പറയാൻ വിട്ടുപോയി തോന്നുന്നില്ലേ? കച്ചവടത്തിന്റെ സക്കാത്ത് പറഞ്ഞു. ഞാൻ സ്വർണം, വെള്ളി, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെ വിഷയം പറഞ്ഞു. കച്ചവടം അതിന്റെ കണക്കറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് കച്ചവടത്തിന്റെ സക്കാത്ത്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. കച്ചവടം അങ്ങനെ തന്നെയാണ്. ഒരു കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോക്ക് എടുപ്പ് നടത്തുന്നത്. നമ്മൾ ഈ പറയപ്പെട്ട മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള തുക കൊണ്ടാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ. ഏതാണ് ഒരു മൂല്യം നമ്മൾ പറഞ്ഞത്? 595 ഗ്രാം വെള്ളിയുടെ ഒരു മൂല്യം. ആ മൂല്യത്തിന്റെ സമ്പത്ത് കൊണ്ട് നമ്മൾ കച്ചവടം തുടങ്ങി. വർഷാവസാനം സ്റ്റോക്ക് എടുപ്പ് നടത്തണം. ആ സ്റ്റോക്ക് എടുപ്പിൽ എന്തുണ്ട്? ഈ പറയപ്പെട്ട മൂല്യത്തെക്കാൾ കൂടുതൽ അവിടെ എന്തെങ്കിലും അതിന്റെ എന്ത് ചെയ്യണം? 2% സക്കാത്ത്. കച്ചവടത്തിന് ഇത് ബാധകമാണ്. ഞാൻ തന്നെ എന്റെ പ്രശ്നത്തിൽ കച്ചവടം പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. സാർ എങ്ങനെ കൊടുക്കേണ്ടത്? കച്ചവടം ചെയ്യുന്ന ഒരാളാണ് ചോദിച്ചത്. എന്റെ അപ്പം എനിക്ക് തോന്നി അതെല്ലാവരും അറിയണം എന്നുള്ളത്. അപ്പൊ ആ വിഷയങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കച്ചവടത്തിന് സക്കാത്തുണ്ട്. അത് ഏത് കച്ചവടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ മൂല്യത്തിന് തുടങ്ങിയിട്ട് ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞ ഈ മൂല്യങ്ങളെ കൊണ്ട് തുടങ്ങുന്ന കച്ചവടങ്ങളേ ഉള്ളൂ. അതൊരു ചെറിയ പെട്ടിപ്പീടിയാണെങ്കിൽ പോലും അതാണ്. അതുകൊണ്ട് ഞാൻ മുഴുവൻ ആവർത്തിച്ച് നമ്മൾ പൊതുവെ സക്കാത്തിന്റെ ധാരണ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ അധികം ആളുകളുടെ അക്കൗണ്ടുകളിൽ ചിലപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 1 ലക്ഷം രൂപ എപ്പോഴും ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ കൊടുത്തേ മതിയാകും. അങ്ങനെയുള്ളവരൊക്കെ സക്കാത്ത് കൊടുത്തോളാം. കാരണം 1 വർഷത്തോളം ആ ഒരു സംഖ്യ നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ അത് കൊടുത്തേ മതിയാവും. മനസ്സിലായില്ല? അപ്പൊ മനസ്സിലായ കടണ്ടല്ലോ, കടം കിട്ടാൻ മാർഗമുണ്ടോ, ആസ്തിയുണ്ടോ എങ്കിൽ അതൊന്നും ഇതിന് ബാധകമല്ല. ഞാൻ പറയുന്നത് കൊണ്ട് ആവർത്തിച്ച് പറയുന്നത് ഒരുപാട് ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളാണ് ഞാൻ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ ഒരു കണക്ക് പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം എത്രയാണ്? ആരെങ്കിലും നോക്കിയോ? നോക്കണം. കാരണം എന്താ, നിങ്ങളെ പെട്ടുകൊണ്ടോ ഇല്ലെന്ന് അറിയാനാണ് അതാ പറയുന്നത്.
ഇന്നത്തെ നിലവാരം വെച്ച് 595 ഗ്രാം വെള്ളിയുടെ നിലവാരം എത്രയാണ് ഓരോരുത്തരും നോക്കണം. നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം എന്താ, എൻ്റെ അത് പൊട്ടിയിട്ടുണ്ടോ? കാരണം സ്ഥിരമായിട്ട് നീക്കിയിരിപ്പുണ്ടാവും. ചില മക്കളെ കെട്ടിക്കാൻ വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയൊക്കെ കരുതി വെക്കുന്നില്ലേ? കരുതി വെക്കാൻ കച്ചവടത്തിൽ എല്ലാ കച്ചവടവും സ്ഥലക്കച്ചവടം വരെ, സ്ഥലക്കച്ചവടത്തിൽ വരെ എന്തുണ്ട്? സകാത്തുണ്ട്. റെന്റിന് കൊടുക്കുന്ന വസ്തുക്കൾ, അത് വാഹനമാവട്ടെ ബിൽഡിങ്ങുകളാവട്ടെ വാടക കൊടുക്കുന്നില്ലേ, അതിന് സകാത്തുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതിന്റെ വാർഷിക വരുമാനങ്ങൾ കൂട്ടി നോക്കണം. കൂട്ടി നോക്കിയിട്ട് അതിൽ ഈ പറയപ്പെട്ട സംഖ്യയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്ക് അതിന്റെ സകാത്ത് കൊടുക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യസമേതം വന്ന് ചോദിക്കാം. ക്ലിയർ ചെയ്യണം, കൊടുക്കണം. നിർബന്ധ ബാധ്യതയാണ്, അല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. കച്ചവടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഉണർത്തി തരണം. അത് ക്ലിയർ ചെയ്യണം. ഈ കച്ചവടത്തിന്റെ സക്കാത്തിന് എല്ലാ കച്ചവടത്തിനും ചെറിയൊരു പെട്ടിപ്പിടിയാണെങ്കിൽ തുടങ്ങി ഒരു വർഷം നോമ്പിന് തന്നെ കൊടുക്കണം എന്നല്ലോ. നോമ്പ് ഞാൻ ആവർത്തിച്ച് പറയാം. ഞാനൊക്കെ പറഞ്ഞു നോമ്പിന് തന്നെയാണ് ഉസ്താദെ കൊടുക്കേണ്ടത്. നോമ്പിനല്ല. അതിന്റെ കണക്ക് എന്താന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാക്കാൻ 3 നിബന്ധനകളാണ്. അതിലൊന്ന് വർഷം പൂർത്തിയാകണം. ഹിജ്റ വർഷപ്രകാരം നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത്, ആ വർഷം ഒന്ന് കറങ്ങി പൂർത്തിയാവണം. എങ്കിലേ ആ വിഷയത്തിൽ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഉദാഹരണം പറഞ്ഞ നോമ്പിന്റെ മുമ്പായിട്ട് നമ്മുടെ വർഷം പൂർത്തിയായി എങ്കിൽ ആ സക്കാത്ത് നമുക്ക് നോമ്പിന് കൊടുക്കാം. കാരണം ഒരു നോമ്പിന് 2 കൂലി കിട്ടും. ഒന്ന് നോമ്പിന് കൊടുത്ത കൂലി കിട്ടും, സക്കാത്ത് കൊടുത്തതിന്റെ കൂലി കിട്ടും. ഇതിന് കുറച്ച് ആയിട്ടില്ല. ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് വർഷം പൂർത്തിയാവുള്ളൂ. അതിന് മുമ്പേ കൊടുക്കണം. കാരണം ഇപ്പൊ നമുക്ക് നിർബന്ധ ബാധ്യത ഇല്ല. ഒരു വർഷം പൂർത്തിയായ ആ സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കാറുള്ളൂ. അതിന് മുമ്പായിട്ട് 2 ദിവസം മുമ്പായിട്ട് നമ്മുടെ അടുത്ത് ആ സമ്പത്ത് പോയി എങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല. വളരെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ആഭരണങ്ങളായിട്ട് ഒരാൾ ഉപയോഗിക്കാം. മറ്റേ സ്വർണ്ണ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആഭരണം എന്ന് പറയുന്ന ഉദ്ദേശം ശരീരത്തിൽ ഉപയോഗിച്ചതിനാണ് ആഭരണം എന്ന് ഇസ്ലാം പറയുന്നത്. അല്ലാതെ എല്ലാ സ്വർണ്ണത്തിന് ആഭരണം തന്നെ നമ്മൾ പറയാം. ആഭരണം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉപയോഗിക്കുക. അപ്പൊ ഒരാളിന്റെ ആഭരണമല്ലാതെ എടുത്തു വെക്കുക, ലോക്കറിലോ മറ്റോ എടുത്തു വെച്ച് ഒരു വർഷം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മുമ്പായിട്ട് അവരെന്തെങ്കിലും ഒന്നതെടുത്ത് ഉപയോഗിച്ചു. ഒന്നതെടുത്ത് ആവശ്യം വന്ന് ഉപയോഗിച്ചു. സക്കാത്ത് കൊടുക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗമല്ല, അല്ലാതെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്തു, അത് സൂക്ഷിച്ച് ലോക്കറിൽ വെച്ചാൽ പിന്നെ അവർ ആ 2-ാം ട്രിപ്പ് വെച്ചില്ല, ഉപയോഗിച്ചതിന് ശേഷം വെച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് അവന് കൊല്ലം കണക്കാക്കാം, പിന്നെ കൊടുക്കേണ്ടതില്ല. ഉദാഹരണം ജനുവരി 1-ന് ഞാൻ എൻ്റെ ആഭരണങ്ങൾ, ഞാൻ ഈ പറയപ്പെട്ട മൂല്യത്തിനുള്ള ആഭരണങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം ജനുവരി 1 ഡിസംബർ 25 ഒരു ആവശ്യം വന്നു. ആ ആവശ്യത്തിന് ഞാനത് ഉപയോഗിച്ചതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും കൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ അവിടുന്ന് കൊല്ലം കണക്കാക്കാൻ എങ്ങനെയാണ്? ആ 2-ാം ട്രിപ്പ് വെച്ച് അവിടുന്ന് അങ്ങോട്ട് പിന്നെ പിറ്റേത്തെ വർഷത്തെ ഡിസംബർ 14 ഒരു കൊല്ലാവുള്ളൂ, കൊടുക്കേണ്ടതില്ല. മനസ്സിലാവും. അപ്പൊ അതേമാതിരി നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ അപ്പൊ അത് നല്ലോണം സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം. വീണ്ടും ആവർത്തിക്കുന്ന ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാരണം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് ഇൻഷാ അല്ലാഹ് അതൊരു സെക്ഷനാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു സെക്ഷനാണ്. കാരണം സക്കാത്ത് ഓരോ ശിക്ഷകൾക്കും നരകത്തിൽ സെപ്പറേറ്റ് ഓരോ ശിക്ഷാ മുറകളുണ്ട് എന്നുള്ളത് അതൊക്കെ വിശദീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഓരോ തെറ്റുകൾക്കും അതിനനുസരിച്ചുള്ള ശിക്ഷാമുറകൾ നരകത്തിൽ ഉണ്ടാവും. നരകത്തിന്റെ ഭീകരതകൾ ചർച്ച ചെയ്താൽ തീരൂല, നമുക്ക് കഴിയൂലെന്ന് വേറെ വിഷയം. ഓരോന്നിനും ഓരോ സെക്ഷനുകളുണ്ട്. അത് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് എണ്ണി പറഞ്ഞ വിഷയത്തിലൊക്കെ മാന്യമുള്ള സക്കാത്തിനെ തടഞ്ഞു വെക്കുന്നവൻ, കടമായി കെട്ടുന്നവൻ, അങ്ങനെ ആളുകളെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സക്കാത്ത് തരാതെ വന്നപ്പോൾ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സംഭവിച്ചു. വഫാത്ത് സംഭവിച്ചപ്പോൾ കുറച്ച് ആളുകളുടെ ഇടയിൽ അങ്ങോട്ടും അസ്വസ്ഥതകൾ ഉണ്ടായി. ഈമാൻ ഉറക്കാത്ത ആളുകൾ എന്ത് ചെയ്തു? ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കി സക്കാത്ത് കണക്കൊടുക്കാതെ വെച്ചു. 2 വട്ടം സക്കാത്തിന് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടു. തരൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഇനി അടുത്തത് യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങണം. അതാരും നമ്മളല്ലോ, ഞങ്ങളാരോ എന്റെ സക്കാത്തുകൾ കെട്ടുന്നതുകൊണ്ട് ആരും ചോദിക്കാൻ പോണ്ട. അതവിടെ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണ്. കാരണം അത് അത്രയും ഗൗരവമുള്ളതായതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനത് യുദ്ധം ചെയ്യുന്നത്. കാരണം അത്രയും യുദ്ധം ചെയ്ത് വാങ്ങേണ്ട ഒരു മുതലാണെങ്കിൽ അത്രയും ഗൗരവമുള്ളതാണ് കൊടുക്കല് എന്നുള്ളത്.
നമ്മുടെ രാജ്യത്ത് അതില്ലേ ഇല്ല. അത് അവരാരാണോ അർഹതപ്പെട്ട ആളുകൾക്ക് അവർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായാലും ആ വിഷയങ്ങൾ നല്ലോണം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതിന്റെ നിയമവശങ്ങൾ, ഇസ്ലാമിക നിയമവശങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. എന്റെ സംസാരത്തിൽ തെറ്റിദ്ധാരണ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം. കാരണം എന്താ, അതിന്റെ ഒരു ഉത്തരവാദി ഞാനും കൂടി ആവുന്നത് കൊണ്ടാണ് അതിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ആ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി, അക്ഷരയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ അടയാളങ്ങളായി, മാത്രമല്ല ഈ മുതലുകളൊക്കെ ചുമന്നിട്ട് ഖബറിൽ നിന്നും അക്ഷരയിലേക്ക് പോകുന്ന ഒരു രംഗം തീർന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വൻഫിഖ ഫിസ്സൂരി ഫഇദാ ഹും ജമീഉൽ ലദീന മുഹ്ദറൂൻ സൂറത്ത് യാസീനിലെ ആയത്തുണ്ട്. വൻഫിഖ ഫിസ്സൂരി എന്താണ് യാസീനിലെ വൻഫിഖ ഫിസ്സൂരി ഫഇദാ ഹും ജമീഉൽ ലദീന മുഹ്ദറൂൻ. എന്താണ് അതിന്റെ അർത്ഥം? വൻഫിഖ ഫിസ്സൂർ, സൂറത്ത് കാഹളത്തിൽ രണ്ടാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാം മുതുഫോ ഫഇദാ ഹും അന്നേരം ജമീഉൽ ലദീന എല്ലാ ആളുകളെയും ലദൈന നമ്മുടെ മുമ്പിലേക്ക് മുഹ്ദറൂൻ വെളിവാക്കപ്പെടുന്നതാണ്, ഹാജരാക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്ന സമയത്തിൽ ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങളെയും എന്റെ മുമ്പിലേക്ക് വെളിവാക്കപ്പെടും, ഹാജരാക്കപ്പെടുന്നതാണ്. മഹ്ശറയെ കുറിച്ച് അല്ലാഹു പറയാണ്. ഇതിങ്ങനെ പറഞ്ഞു ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയെ ഒന്ന് വിശദീകരിച്ചു തരാം. ഈ പറച്ചലിൽ തന്നെ ഹബീബായി തങ്ങൾ കരഞ്ഞിട്ട് വെച്ചു, ഇബ്നു മസ്ഊദ് നീ ചോദിച്ചത് ചെറിയ കാര്യമൊന്നുമല്ല, നീ ചോദിച്ചത് നിസ്സാര വിഷയമല്ല ചോദിച്ചത് എന്ന് പറഞ്ഞ് അവിടെ ഹബീബായി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിലെ ഹദീസുകളിൽ കാണാം, ഖബറിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്നത് 12 ടീംസ് ആയിട്ടാണ്, 12 വിഭാഗങ്ങളായിട്ടാണ് മഹ്ശറയെ ലക്ഷ്യമാക്കി പോകുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത് പോകുന്ന സമയത്ത് ഖബറിൽ എല്ലാവരും പുറത്തേക്ക് ചാടും, ഗത്യന്തരമില്ലാതെ ഒരു ഓട്ടം തന്നെയാണ് എല്ലാവരും. അതിൽ 12 സെക്ഷനുകളായിട്ടാണ് പോകുന്നത് എന്ന് ഈ താമ്പൂരിൽ കാണാൻ കഴിയും. അതിലൊരൊറ്റ ടീം മാത്രമേ എന്തുള്ളൂ, വളരെ സുന്ദരമായി ടൂർ പോകുന്ന ലാഘവത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ മഹ്ശറെ ലക്ഷ്യമാക്കി പോകുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. ബാക്കി 11 പേരും 11 തരത്തിൽ തെറ്റുകൾ ചെയ്ത, അല്ലെങ്കിൽ 11 വിഭാഗക്കാരായിട്ട് അത് ഭയങ്കര കഠോരമായ ശിക്ഷാമുറകളെ വിടുതന്നെ ഏറ്റുവാങ്ങിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ മൈമന്തണത്തിൽ പെടാതെ ഒന്നിൽ സന്തോഷകരമായി പോകുന്ന വിഭാഗത്തിൽ നമ്മൾ പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പറയപ്പെട്ട ഒരു ടീം ഇതാണ് മാന്യവ സക്കാത്ത്. അവരവരുടെ മുതലുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു രംഗം ഹബീബായ തങ്ങൾ വിശദീകരിക്കുന്നതാണ്. അത്രയും ഗൗരവമുള്ളതുകൊണ്ട് ഇത് ഇനിയിപ്പോ സക്കാത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, നിസ്കാരം ഇത് ഇതിലും ഗൗരവമാണ്. നിസ്കാരം ഇത് ഇതിലും ഗൗരവമാണ്. അത് അതിലും പേര് അതിനായിട്ട് പലവട്ടമായിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ നോമ്പിന് മാത്രം നിസ്കാരം തുടങ്ങിയ ആൾക്കാർ നോമ്പ് തുടങ്ങിയിട്ട് അവിടെ കൂട്ടി വെക്കാൻ നിൽക്കണ്ട. ജമാഅത്തിന് കൃത്യമായിട്ട് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നപ്പോ തെളിയിച്ചു. കൃത്യമായിട്ട് എന്തുണ്ടെങ്കിലും ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ പറ്റും, ജമാഅത്തിന് കൂടാൻ പറ്റും, നമുക്ക് ചുറ്റുപാടുണ്ടെങ്കിലൊക്കെ പറ്റും എന്നുള്ളത് നോമ്പിന് നമ്മൾ തെളിയിച്ചില്ലേ. അപ്പൊ പിന്നെ നോമ്പ് കഴിഞ്ഞാലും അങ്ങനെ പറ്റേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല നമ്മൾ നന്നാവണം. ജീവിതത്തിൽ ഒരു മാറ്റം ഈ റമദാൻ നമുക്ക് സമ്മാനിക്കണം. ആ മാറ്റം തുടർന്നുള്ള അടുത്ത റമദാൻ വരെയും കൈമോശം വരാതെ കൊണ്ട് നടക്കണം. അതെല്ലാം അതിന്റെ മുമ്പെങ്ങാനും അസ്റാഈലിനെ കണ്ടുമുട്ടാനാണ് നമ്മുടെ വിധിയെങ്കിൽ ഈ റമദാൻ നമ്മളിൽ സമ്മേളിച്ചു പോയ, നമ്മളിലേക്ക് നൽകി പോയിട്ടുള്ള ഈ ആത്മീയ ചൈതന്യവും ഈ മാറ്റവും വെച്ച് സന്തോഷത്തോടെ അസ്റാഈലിനെ നേരിടാൻ നമുക്ക് കഴിയണം. അതല്ലാതെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി ഒരു മാറ്റവും ഇല്ലാതെ റമദാൻ വന്നു പോയി എന്നല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും ഇല്ലാതെ വീണ്ടും തുടർന്നു പോയി കഴിഞ്ഞാൽ വിശ്വാസി എന്നുള്ള നിലക്ക് തീർത്തും നമ്മൾ പരാജിതരാണ്. ദുനിയാവിലോ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും സുഖങ്ങളുണ്ടോ, ആഖിറത്തിൽ ഉണ്ടായില്ലെങ്കിലും അപ്പൊ ആ ഒരു അവസ്ഥ ഇനി വരാതിരിക്കാൻ പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാൻ. നിന്റെ ത്വഅത്തിലായി ദീനീ ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമദാനാണ് ഞങ്ങളിൽ നിന്ന് വിട പറയുന്നത്. ഇബാദത്തുകളൊന്നുമില്ല, ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്.
റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ജീവിതത്തിലുടനീളം സംഭവിച്ചു പോയ എല്ലാ അപാകതകളും നിന്റെ മഹത്വ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളും തറാവീഹുകളും നോമ്പുകളും ഇഫ്താറുകളും ഇഅ്തികാഫുകളും ഹദിയകളും സുബ്ഹകളും തിലാവത്തുകളും എല്ലാം ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമാക്കണം റഹ്മാനെ. ഖബൂൽ ചെയ്യണം തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്റിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവശേഷിക്കുന്ന ദിനങ്ങൾ പൂർണ്ണമായും നിന്റെ പൊരുത്തത്തിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല റഹ്മാനെ. ഇനിയും ഒരുപാട് റമദാനുകൾ ഇതുപോലെ സംഗമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ എന്തെല്ലാം റഹ്മത്തുകളും മഗ്ഫിറത്തുകളും ഇതുകുമിനാറും നിന്റെ അടിമകൾക്ക് നീ നൽകുന്നുണ്ടോ അതിലെല്ലാം ഞങ്ങളെ കുടുംബങ്ങളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ മരണപ്പെട്ടു പോയവരൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.